ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ തിരാമിസു കേക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഇതേപോലെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് ഇതൊരു 2 തവണ അരിച്ചെടുക്കാം. ഇനി ഒരു 2 മുട്ടയുടെ എഗ് യോക്കും വൈറ്റും സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഈ വൈറ്റിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്യാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എഗ് വൈറ്റ് ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓരോ യോക്ക് വീതം ചേർത്തിട്ട് അതും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ മുട്ട ഇവിടെ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കും. അതേപോലെ 2 ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശായി ചേർത്തിട്ട് മെല്ലെ മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് അല്പം എടുത്തിട്ട് നമ്മൾ ഓയിലും പാലും കൂടി മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് അല്പം ചേർത്ത് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം അത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ ഒരു 6 ഇഞ്ചിൻ്റെ റൗണ്ട് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു 25 മുതൽ 30 മിനിറ്റ് വരെ സിമ്മിലിട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ഇവിടെ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം ടിന്നിൽ നിന്ന് മാറ്റിയിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെക്കാം. ഇനി കേക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി 100 ഗ്രാം ക്രീം ചീസ് എടുത്തിട്ടുണ്ട്. ഞാനിത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ക്രീം ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെയൊക്കെ സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം ചീസ് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ക്രീം ചീസ് ചേർത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഇനി കേക്ക് വെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിറപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു അളവ് അല്പം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും 1/2 കപ്പ് വെള്ളവും എടുത്താൽ മതിയാവും. അത് ചൂടൊക്കെ ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ അളവിൽ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇനി ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബോർഡിലേക്ക് അല്പം ക്രീമാക്കി കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. ഇത് കോഫി സിറപ്പ് വെച്ചിട്ട് മുഴുവനായിട്ട് വെറ്റ് ചെയ്ത ശേഷം ക്രീം എല്ലാ വശത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു കേക്ക് റെസിപ്പി എനിക്ക് ഒരു ഇംഗ്ലീഷ് ചാനലിൽ നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇനി സെക്കൻഡ് ലെയറും ഇതേപോലെ ചെയ്തെടുക്കാം. ലാസ്റ്റ് ലെയർ കേക്കും വെച്ചിട്ട് ഇതൊന്ന് വെറ്റ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം. എന്നിട്ട് മുഴുവനായിട്ട് ക്രീം നന്നായിട്ട് തന്നെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം.
കേക്ക് ഇവിടെ മുഴുവനായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു അരിപ്പയിൽ അല്പം കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് മുകളിൽ എല്ലാ വശത്തും ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ലൈറ്റ് കളർ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. താഴെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ബോർഡർ പോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ച ശേഷം കട്ട് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് ബോർഡിൻ്റെ വെയിറ്റ് കൂടാതെ 600 ഗ്രാമാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.